നമുക്കിന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുഞ്ഞു വീഡിയോ എന്ന് പറയുമ്പോൾ വലുതാവും കേട്ടോ. അതെന്താന്ന് വെച്ചാല് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലോട്ട് പോകാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അല്ലേ. സ്കൂളിലേക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താന്ന് ഞങ്ങൾ കാണിച്ചത് കണ്ടല്ലോ. ആദ്യം കേട്ടോ ലാസ്റ്റ് വന്ന ഐറ്റം ബേഗ്. രണ്ടാൾക്കും ഒരേപോലെ അപ്പൊ എനിക്ക് ബേഗ് ഇഷ്ടമായി. രണ്ടാൾക്കും പിങ്ക് ബേഗും പിങ്ക് പർപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും നോക്കിയപ്പോൾ കോമൺ ആയിട്ട് കളർ ഉണ്ട്. അത്യാവശ്യം മൂന്ന് ഇതുണ്ട്, അറ വരുന്നുണ്ട്. നല്ലൊരു വേല അവർക്ക് ഇഷ്ടമായി പറഞ്ഞു, അതുകൊണ്ട് എടുത്തു. പിന്നെ രണ്ട് മഴക്കാലൊക്കെ ഇല്ല, അപ്പൊ രണ്ട് കുട വാങ്ങിച്ചു. ഇത് നല്ല ബേഗിലേക്ക് എടുക്കാൻ പറ്റിയ അമ്മ പറയട്ടെ. ബേഗ് അല്ലോ രണ്ട് കുട ഇതേപോലെ തന്നെ രണ്ടെണ്ണം. അപ്പോൾ ഇങ്ങനെ രണ്ട് കുട വാങ്ങിച്ചു. പിന്നെ ഞാൻ പുസ്തകങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മേ ഒരു മിനിറ്റിന്റെ പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി കുറച്ച് ഇങ്ങനെ ഒരു ദിവസം നോക്കി അപ്പോൾ ഇത് ബോട്ടിൽ രണ്ടാൾക്കും ഓൾറെഡി അവർക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ പർപ്പിളും പിങ്കും എന്താണ് പാർട്ടിക്ക് പർപ്പിള് പിങ്ക് ലച്ചുമോൾക്ക് പർപ്പിള് അതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ വാങ്ങിച്ചു. ഓരോ സെക്ഷൻ അങ്ങനെ വിരിവിരിച്ച് കാണിച്ചു തരാം. പിന്നെ ഇത് പെൻസിലിൻ്റെയും ഇതിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുസ്തകത്തെ ഞാൻ പിന്നെ മനസ്സിലായി. പെൻസിലിൻ്റെയും ഇതിൻ്റെ ഒരു സെറ്റിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നപ്പോൾ വാങ്ങിച്ചതാണ് ഇങ്ങനെ ഒരു സെറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോക്സും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഇങ്ങനെ ഒരു സെറ്റാണ്. രണ്ട് പെൻസിലുണ്ട്, പിന്നെ ക്രയോൺസ് ഉണ്ട്. ആണോ രണ്ട് പെൻസില് ക്രയോൺസ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ഷാർപ്പനർ ഉണ്ട്, എറേസർ, മായ്പ കട്ടർ അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. പിന്നെ ഇതുണ്ട് കേട്ടോ, ക്രയോൺസ് ഒക്കെ പെൻസില് സ്കെയിലൊക്കെ ഉണ്ട്. നല്ല ഐറ്റം കേട്ടോ. അങ്ങനെ ഒരു സെറ്റായിട്ട് സന്തോഷമായി. അപ്പോൾ ഇതാണ് ബോക്സ്. രണ്ട് സെറ്റ് ഇതുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കാം. അതുകൊണ്ട് ഞാൻ ബോക്സും പിന്നെ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുസ്തകങ്ങൾ വാങ്ങിച്ചതാണ് നേരത്തെ ഒന്ന് വയ്യ. പിന്നെ അവര് വീട്ടിൽ പോയി നിന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടോ. കുറച്ച് ദിവസം അവർ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായിട്ട് പുസ്തകങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ട് വേഗം അതൊക്കെ പൊതിഞ്ഞ് വെച്ചു. നോട്ട് ബുക്കുകൾ എത്രയോ സംതിങ് നോട്ട് ബുക്കുകളുണ്ട് കണ്ടോ, കുറേ നോട്ട് ബുക്കുകൾ. അപ്പോൾ അതൊക്കെ പൊതിഞ്ഞു. ഇത് ദർശക്കുട്ടിയുടെയാണ്, പാർട്ടിയുടെ, ദയക്കുട്ടിയുടെ കുറേ പുസ്തകങ്ങൾ. 2ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ കുറേ പുസ്തകങ്ങൾ, ഡയറി, പിന്നെ മലയാളം, ഇംഗ്ലീഷ്. പിന്നെ 2 സ്ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സ്ലൈറ്റ് അത്യാവശ്യമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ 2 സ്ലൈറ്റ് വാങ്ങിച്ചു. അപ്പോൾ അതേപോലെ ഇനിയൊക്കെ ഒരു പേര് എഴുതി കൊടുക്കണം. അവർ മാറിപ്പോലോ. അപ്പോൾ അതുകൊണ്ട് പേര് എഴുതി കൊടുക്കണം. ഇത് പിന്നെ എടുത്തുമ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ചേച്ചി കൊടുത്തതാണ് ഇവർക്ക്. ക്രയോണും പെൻസിലുകളൊക്കെ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഇട്ടേക്കാൻ നല്ല രസമല്ലേ. ഞാൻ പറയട്ടെ, ഇത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. ഇവർക്കൊക്കെ ഇഷ്ടമായിക്കോട്ടെ. ഇനി പിന്നെ ഞങ്ങള് അതെനിക്ക് ഇത് എന്തേലൊക്കെ അവർക്ക് വാങ്ങിക്കുമ്പോ എനിക്ക് എന്തേലും വാങ്ങണ്ടേ. മാർക്കർ വാങ്ങിച്ചത് അതല്ല. പിന്നെ അവർക്ക് ടെക്സ്റ്റ് ബുക്കുകളും കുറെ കിട്ടിയിട്ടുണ്ടാവും. നേരത്തെ സ്കൂൾ കൂട്ടുന്ന ടൈമിലേക്ക് തന്നെ അവർക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടോ. കുറേ ഉണ്ട്, മലയാളം, ഇംഗ്ലീഷ് എല്ലാം പുസ്തകങ്ങളാണ്. ഇങ്ങനെയൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊരു കവർ നിറയെ സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചത്. ബട്ടാസാറാണ് ക്രയോൺസ്. വലുത് 2 സെറ്റ് ക്രയോൺസ് വാങ്ങിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ചെന്നപ്പോൾ തിരക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ തിരക്കൊന്നുമല്ല. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നോക്കി ഞാൻ ശ്രീ കൂടെ പോയിരുന്നു ബടാബസാർ മണ്ണാർക്കാട്ടത് അതിൽ പോയിട്ട്. അപ്പോൾ ഞാൻ 2 സെറ്റ് ക്രയോൺസ് വാങ്ങിച്ചു. പിന്നെ സ്ലൈറ്റ് പെൻസിലുകൾ വാങ്ങിച്ചു. കളർ പെൻസിലും ഉണ്ട്, പിന്നെ സാധാ നോർമൽ പെൻസിലും ഉണ്ട്, അത് വാങ്ങിച്ചു. പിന്നെ ഇത് ക്രയോണാണേ. പിന്നെ ഇത് പെൻസിലുകളാണ്. ഇവർക്ക് എപ്പോഴും പെൻസിൽ അത്യാവശ്യം. അപ്പോൾ ഞാനൊരു 2 സെറ്റ് എക്സ്ട്രാ വാങ്ങിച്ചു. 3 സെറ്റ് പെൻസിൽ വാങ്ങിച്ചു. എപ്പോഴും ഒരു ദിവസം കൊണ്ടുപോയാൽ ഒരു ദിവസം ഒരു പെൻസിൽ, അതാണ് ഇവരെ കണക്ക്. അപ്പോൾ ഞാൻ എന്താ കിട്ടി ഒരു 3 സെറ്റ്. പിന്നെ കട്ടർ കൂർപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ, കട്ടർ, അതിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചു. പിന്നെ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ. പിന്നെ മായ്ക്കുന്നത് എറൈസർ, എന്താണിത് കളർ സ്കെച്ച് 2 സെറ്റ് വാങ്ങിച്ചു കേട്ടോ.
അങ്ങനെ 2 സെറ്റ് ഒക്കെ ഈ 2 വീതം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യമാണ്, ഇത് എനിക്കും കൂടെ അത്യാവശ്യമുള്ള സാധനമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്കൂളിലേക്ക് കുറേ ഒട്ടിക്കാനും കളർ കൊടുത്തത് ഒട്ടിക്കാനും അല്ലാണ്ടുള്ളത് സ്റ്റിക്കറുകൾ ഒട്ടിക്കാനും അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾക്ക് ഭാഷ അത്യാവശ്യമാണ്. അപ്പം അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാകും. വലുതന്നെ നോക്കി വാങ്ങിച്ചു. ഇനി ഇവരായിട്ട് ചെറുത് വാങ്ങിച്ചിട്ട് വേഗം കഴിയണ്ടല്ലോ വെച്ചിട്ടേ. അപ്പോൾ ഇത് വാങ്ങിച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓട്ടിന് വാങ്ങിച്ചു. അത് ഞാൻ പറഞ്ഞു. പിന്നെ ഇവർക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിട്ട് പുതിയ 2 ചെരുപ്പ് വാങ്ങിച്ചു. അത് വാങ്ങിയത് നല്ല കേട്ടാ. ഇതാണോ ചെരുപ്പ്? രണ്ടാൾക്കും ഒരേപോലത്തെ 2 ചെരുപ്പ്. എപ്പോഴും ഒരുമിച്ച് അങ്ങനെ വാങ്ങിക്കാറുണ്ട്. എനിക്കങ്ങനെ കിട്ടണം എന്നുള്ളൊരു നിർബന്ധം എനിക്ക് തോന്നുന്നു. ഇവർക്കങ്ങനെ ഇഷ്ടമല്ല. അവരുടെ അച്ഛനും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ ഏതാ കളർ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ എടുക്കാമെന്നാണ് പറയുക. പക്ഷെ എനിക്ക് ഒരേപോലെ ആയതുകൊണ്ട് എനിക്കതിങ്ങനെ എടുക്കണം എന്നൊരു തോന്നലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അതിൻ്റെ കൂടെ ഞാനൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജീൻസ് എടുത്തു. എപ്പോഴും ഞാൻ അവർക്ക് എടുക്കാൻ പോയി എന്തെങ്കിലും ഞാൻ എനിക്ക് കൊടുക്കും. അത് വേണമല്ലോ, അവർക്ക് മാത്രം പോരല്ലോ. അപ്പൊ ഞാൻ എനിക്കെല്ലാം ഇഷ്ടമായി. ഇത് പിന്നെ വാങ്ങിച്ചതല്ല കേട്ടോ. ഇത് പിന്നെ ചേച്ചിയുടെ ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഉള്ള പെൻസിലുകളും എന്താ പിന്നെ എന്താ 2 വാങ്ങിക്കുന്നത് റൈസർ. പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ ഒരു ദിവസം ഒരു പെൻസിലാണ് കൊണ്ടുപോകുക. അത് കളഞ്ഞു പോരും. അടുത്ത ദിവസം അടുത്ത പെൻസിൽ നോക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ 2 പൗച്ച് വാങ്ങിച്ചു. പൗച്ച് എടുത്തടാ, ഒന്നുകൂടെ ഉണ്ടാവുമല്ലോ. പൗച്ച് എടുത്തു. പൗച്ച് കാണിക്കും. പൗച്ച് 2 പൗച്ച് വാങ്ങിച്ചു. ഇതൊരാൾക്ക് ഇതൊരാൾക്ക്. പിന്നെ ഇതില് അവർക്ക് വേണ്ടിയപ്പോൾ ഞാൻ എനിക്ക് സെറ്റ് വാങ്ങിച്ചു. പിന്നെ അങ്ങനെ ക്രയോൺ ലൂസായിട്ടുള്ള സെറ്റ് കളേഴ്സ് പറയാൻ അങ്ങനെ 2 ഞാൻ 2 വെച്ചു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാല് അവിടെ ചെന്നപ്പോ ഒന്നെടുത്തപ്പോ ഒന്നാ ഫ്രീ എന്നുള്ളത്. ഇതെടുത്തപ്പോ ഇത് ഫ്രീ. കേക്ക് ഇഷ്ടമായത് ഇത് എങ്ങനെയും ലാഭം കിട്ടിയത്. ഒന്നെടുത്തപ്പോ 1 ഫ്രീ. എനിക്ക് സന്തോഷമായി. ഇതൊക്കെ എടുത്തപ്പോൾ എനിക്ക് വേറെ ഒന്നും ഇത് തോന്നിയില്ല. അപ്പൊ സന്തോഷമായി. അപ്പൊ ഏകദേശം ഇപ്പൊ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് അസൈൻമെന്റ് പേപ്പറുകൾ കാര്യങ്ങൾ വാങ്ങിക്കാണ്ട്. കളർ പേപ്പറുകൾ അതൊക്കെ ഇവർക്ക് ആവശ്യം. സ്കൂളിലേക്ക് പോകുമ്പോൾ കളർ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പൊ പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ പർച്ചേസ് ചെയ്തത്. ഇനി ഞാനൊക്കെ കാണിച്ചു തരാം കേട്ടോ. അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ഞാൻ കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളുണ്ട് ഇവിടെ, കുറേ ഉണ്ട്. പിന്നെ കണ്ടോ ഇതൊക്കെ ഐറ്റംസ് ആണ്. ഇതൊക്കെ നടുക്കി പെറുക്കി വെക്കുമ്പോഴേക്ക് ഒരു ടൈം എടുക്കും. അപ്പം ഞാൻ ഇപ്പം തന്നെ വേഗം അങ്ങോട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ നമുക്കത് അത്യാവശ്യമാണല്ലോ. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചെടുക്കണമല്ലോ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി സ്കൂളിൽ പോണ ദിവസമൊക്കെ അപ്പോൾ നന്നായിട്ട് പോയിട്ട് വരട്ടേന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവർക്ക് മതിയായി ഇത്ര. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ്. ഇനിയിപ്പോൾ പുതിയതായിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് ചേരുന്ന കുട്ടികൾക്കും പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു വിദ്യാഭ്യാസം ആ ഒരു ഇത് ആശംസിക്കുകയാണ്. പഠനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും നല്ല രീതിക്ക് നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു കുഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങൾ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കേ.